ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നേന്ത്രപ്പഴം ആണ്. ഏത്തപ്പഴം എന്നും പറയും. ഏത്തപ്പഴം ഞാനൊന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴമൊക്കെ ഒരേ രീതിയിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി അവർക്ക് കഴിക്കാൻ മടിയായിരിക്കും. അങ്ങനെ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പുഴുങ്ങിയെടുത്ത ഏത്തപ്പഴത്തിൻ്റെ നടുക്കുള്ള ആ ഒരു ബ്ലാക്ക് പോർഷൻ റിമൂവ് ചെയ്ത് കളയണം. ഏത്തപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് നേന്ത്രപ്പഴം. കുഞ്ഞുങ്ങളുടെ ഓവറോൾ വളർച്ചയ്ക്ക് നേന്ത്രപ്പഴം വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ഡയറ്റിൽ നിർബന്ധമായി ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഫുഡ് തന്നെയാണിത്. 7 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് പ്യൂരി രൂപത്തിൽ കൊടുത്തു തുടങ്ങാം. നേന്ത്രപ്പഴം ഞാൻ നല്ലതുപോലെ മാഷ് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി തിളപ്പിച്ചാറിയ അല്പം പശുവും പാലിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. ഈ ഫുഡ് റെസിപ്പി കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഗെയിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡെയിലി മോർണിംഗിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം. എന്നാൽ 8 മാസം മുതലാണ് കുഞ്ഞുങ്ങൾക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് കൊടുക്കേണ്ടത്. അതും ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ 1 ഡ്രോപ്പ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. 1 വയസ്സിന് ശേഷമാണ് പശുവും പാലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണിത്. അപ്പോൾ ഈ ഫുഡ് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായിട്ട് വരും വരെ. ബായ്.